ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം. എല്ലാവർക്കും എൻ്റെ രാധേശ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് അപര ഏകാദശിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വൈശാഖ മാസത്തിലെ അവസാനത്തെ ഏകാദശിയാണ് ഈ കൃഷ്ണപക്ഷ ഏകാദശിയായ അപര ഏകാദശി. ഈ ഏകാദശി എടുത്താൽ എന്തെല്ലാം ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്നും ഈ ഏകാദശി എപ്പോൾ ആരംഭിക്കുന്നു, പാരണ വീട്ടുന്നത് എപ്പോഴാണ്, ഹരിവാസര സമയം എപ്പോഴാണ്, ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തരാം. മെയ് 23, 2025 വെള്ളിയാഴ്ചയാണ് അപര ഏകാദശി. വ്രതം സമർപ്പിക്കുന്നത്, അതായത് പാരണ വീട്ടുന്നത് ശനിയാഴ്ച, അതായത് 24/5/2025 രാവിലെ 6:02-നും 10:14-നും മധ്യയാണ്. ഇനി ഹരിവാസര സമയം നമുക്ക് നോക്കാം. ഹരിവാസര സമയം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിലുണ്ടായിരിക്കുന്നത് ഹരിവാസര സമയം. ഏകാദശി ദിവസം പകൽ 5:08-നും പുലർച്ചെ 3:40-നും മധ്യയാണ് ഹരിവാസര സമയം. ഈ ഏകാദശിയുടെ വ്രതകഥ എന്താണെന്ന് നോക്കാം. ഒരിടത്ത് ദൈവവിശ്വാസിയും നന്മയും ഉള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മഹത്വാജ് എന്നാണ്. അയാൾക്ക് ഒരു സഹോദരനുണ്ടായിരുന്നു. ഈ സഹോദരന് മഹത്വാജിനെ ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും മഹത്വാജിനെ കൊന്ന് രാജ്യം പിടിച്ചെടുക്കണം എന്നായിരുന്നു ഈ സഹോദരൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു ദിവസം ഈ സഹോദരൻ രാജാവിനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ഒരു ആലിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. അത് ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. ദുർമരണം സംഭവിച്ച ആത്മാവ് പ്രേതമായി മാറി. ഒരു ദിവസം ഒരു സന്യാസി അതുവഴി വന്നു. അദ്ദേഹം ആൽച്ചുവട്ടിൽ ആ പ്രേതത്തെ കാണുന്നു. തൻ്റെ തപശക്തിയാൽ അത് മഹത്വാജ് രാജാവാണെന്ന് മനസ്സിലാക്കി. ഇത്രയും നാളായിട്ടും ഈ പ്രേതാത്മാവിന് മുക്തി ലഭിക്കാത്തതിൽ വിഷമം തോന്നിയ മഹർഷി ആ ആത്മാവിന് വേണ്ടി അപര ഏകാദശി വ്രതം നോൽക്കുകയും അതിൻ്റെ പുണ്യം ആ ആത്മാവിന് സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ രാജാവിൻ്റെ ആത്മാവിന് മോക്ഷം ലഭിച്ചു. ഈ വ്രതകഥ കേൾക്കുന്നത് തന്നെ വളരെ പുണ്യമാണ്. ഇനി ഈ അപര ഏകാദശിയുടെ മാഹാത്മ്യം നോക്കാം. ഈ വ്രതം കൃത്യനിഷ്ഠയോടെ അനുഷ്ഠിച്ചാൽ ഏറെ ശ്രേഷ്ഠമാണ്. നാം അറിയാതെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും നശിക്കുന്നതാണ്. പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മഹത്യ, അതായത് ബ്രാഹ്മണരെ കൊല്ലുന്നത്, ഗോഹത്യ, ഗോക്കളെ കൊല്ലുന്നത്, അങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന എല്ലാ പാപങ്ങളും നശിച്ച് നമുക്ക് മോക്ഷം ലഭിക്കുന്നതാണ് ഈ അപര ഏകാദശി വ്രതം നോറ്റാൽ. എന്ന് വിചാരിച്ച് നമ്മൾ തെറ്റ് ചെയ്തിട്ട് ചെന്ന് ഏകാദശി വ്രതം എടുത്താൽ അതിലൂടെ ഭഗവാൻ നമുക്ക് മോക്ഷം ലഭിക്കില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ സമ്പത്ത്, സന്താനഭാഗ്യം, സന്താനങ്ങളുടെ ഉന്നതി എന്നിവയും ഫലമാണ്. ഇനി ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ കുളിച്ച് ഭഗവാന് നെയ്ദീപം തെളിച്ച് തുളസി ദളങ്ങൾ കൊണ്ട് ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ച് അർച്ചന ചെയ്യുക. തുളസി ഏകാദശിക്കും ദ്വാദശിക്കും പറിക്കരുത്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ദശമിക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചാണ് ഏകാദശി വ്രതം ആരംഭിക്കേണ്ടത്. ഏകാദശിക്ക് പൂർണ്ണമായ ഉപവാസം എടുക്കാം. അതിനെ നിർജ്ജല ഏകാദശി എന്ന് പറയും. തുളസി തീർത്ഥം മാത്രം സേവിച്ചുകൊണ്ട് വ്രതമെടുക്കാം. പാലും പഴങ്ങളും മിതമായി കഴിച്ചുകൊണ്ട് എടുക്കാം. മറ്റ് ആഹാരങ്ങളെന്ന് പറയുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചൗവരി, ചാമ, മറ്റ് ഫ്രൂട്ട്സ്, നട്ട്സ് എന്നിവയെല്ലാം മിതമായി കഴിച്ചുകൊണ്ട് നമുക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. എന്നാൽ ധാന്യങ്ങൾ ഒന്നും തന്നെ കഴിക്കുവാൻ പാടില്ല. ഇത് വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ്. ഈ ഏകാദശിക്ക് നമ്മൾ ചെയ്യുന്ന ഏതൊരു പുണ്യപ്രവൃത്തിക്കും ഇരട്ടി ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. മിതമായ ആഹാരം കഴിച്ച് ഭഗവത് പ്രാർത്ഥനയോടെ ഏകാദശി ദിവസം മുഴുവൻ പ്രാർത്ഥിക്കുക. ഭാഗവത പാരായണം, ഭഗവത്ഗീത, നാരായണീയം, വിഷ്ണു സഹസ്രനാമം മുതലായ ഗ്രന്ഥങ്ങൾ വായിക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്.
ഈ ഏകാദശിയിൽ നമ്മൾ ഭജിക്കേണ്ടത് വിഷ്ണു ഭഗവാന്റെ ത്രിവിക്രമ അവതാരത്തെയാണ്. അതായത് ഭഗവാന്റെ വാമന അവതാരത്തെയാണ് നമ്മൾ ഭജിക്കേണ്ടത്. നിങ്ങളെല്ലാവരും ഈ ഏകാദശി വ്രതം എടുക്കണം. ഒന്നാമത്തെ കാരണം ഇത് വൈശാഖ മാസമാണ്. വൈശാഖ മാസത്തിലെ ഏകാദശി വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് അവരവർക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് വ്രതം എടുക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.